VS അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിൽ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? കണ്ണടച്ച് കിടക്കുന്ന ഞങ്ങളുടെ VSനെ കാണാൻ എനിക്ക് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവം പോലെ ഈ വേദന പ്രകാരം ഞങ്ങൾക്ക് എൻ്റെ മനസ്സിന് പോയില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ മനസ്സിന് പോയില്ല. ഒരിക്കൽ കുന്നംകുളത്തെ പ്രസംഗത്തിന് വന്നപ്പോ അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ്. പിന്നെ ഇപ്പൊ ഒന്ന് വന്ന് കാണാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇന്നലെ മുതലേ ഇവിടെ മുന്നിലിരുന്ന് ആ കണ്ണടച്ച് കിടക്കുന്ന VSനെ കണ്ടു ഓർത്ത് നെഞ്ചു പൊട്ടിയ വേദനയോടുകൂടി അദ്ദേഹം ഓരോ പ്രസംഗവേദിയിലും വന്ന് ഓരോ കാര്യങ്ങളെ കുറിച്ച് വിവരമുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ജനങ്ങളെ ചിരിപ്പിച്ച് ആ സമ്മേളന വേദിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും പോരുന്ന ആ സന്തോഷം, ആ ചിരിപ്പിക്കുന്ന ആ പ്രസംഗം ഇന്നും ഞങ്ങളുടെ മനസ്സിൽ അത് ഇടയ്ക്കിടെ ഞാൻ പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ അദ്ദേഹം ആസ്പത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോഴൊക്കെ ഞാനും എൻ്റെ കണ്ണൂരിലേക്ക് കല്യാണം കഴിച്ച എൻ്റെ മോളും എൻ്റെ മറ്റു മക്കളുമായി ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ കണ്ണൂരിലേക്ക് കല്യാണം കഴിച്ച ഒരു മോളുടെ കുട്ടിയുണ്ട്, 5 വയസ്സായ കുട്ടി. VS അച്ചാച്ചൻ മരിച്ചു എന്ന് പറഞ്ഞ് ആ വീടിനുള്ളിൽ പറഞ്ഞു നടത്തുകയാണ്. അത്രയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത്രയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു ഭാവമായിരുന്നു. എപ്പോഴൊക്കെയോ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടോ എന്ന് അന്നൊക്കെ ഞങ്ങള് അദ്ദേഹം വിഷമിക്കരുത് എന്ന വിഷമിക്കുന്നുണ്ടെന്നൊരു തോന്നല് എനിക്ക് മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ VSനെ പോലെ VS മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു VSനെ പോലെ പാവങ്ങളെ അറിയാൻ നേതാക്കൾ ഉണ്ടായേ മതിയാവോ. അത്രയും പാവപ്പെട്ട ജനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ലോകത്തിലുണ്ട്. വേദനയോടെ ഈ വേദന എന്നും ഉണ്ടാവും. കുറെ നാളുകൾ നമ്മുടെ വീട്ടിലൊക്കെ സംഭവിച്ച പോലെ ഈ വിഷമം എന്നും കുറെ കാലം ഈ വിഷമം മനസ്സിലുണ്ടാവും. ഇന്ന് ഈ നേരം വരെ ഇവിടെ മുന്നിൽ തന്നെയാണ് കണ്ണടച്ചത് കാണാൻ എനിക്ക് വയ്യ. ഇത്ര പറയാനുള്ളൂ. ശബ്ദമാണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം രാഷ്ട്രീയ കേരളത്തിന് മാത്രമല്ല, ഓരോ സാധാരണക്കാരൻ്റെ വീട്ടിലും ഉള്ള ഒരു അംഗം വിടവാങ്ങിയതുപോലെയാണ് ഓരോ പ്രേക്ഷകനും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രവർത്തകനായിരുന്നു നമ്മുടെ VS. അടുത്തൊരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ലളിതയാണ്. ശ്രീമതി ലളിത, സാധാരണക്കാരുടെ ഒരു യുഗപുരുഷനാണ് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VSന് വിട ചൊല്ലി ലോകത്തുള്ള എല്ലാ മലയാളികളും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അച്ഛമാമൻ കേരളത്തിനകത്തും പുറത്തും ജനങ്ങളുടെ പ്രിയപ്പെട്ടവൻ തന്നെ. അതുല്യ നായകൻ അച്ഛമാമൻ, പാവങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകൻ അച്ഛമാമന് പ്രണാമം. ഓരോരുത്തരുടെയും അച്ചുമാമനായിരുന്നു VS. സാധാരണക്കാരുടെ അച്ചുമാമനായിരുന്നു VS. കുട്ടികളുടെ അച്ചുമാമനായിരുന്നു VS. അങ്ങനെ എത്ര ആളുകളുടെ കണ്ണീരാണ് ഇന്ന് വീണത്. ആലപ്പുഴ കയ്യൂർ സ്വദേശി ഹമീദ് ചേരുന്നുണ്ട്. ഹമീദ്, VS ജന്മനാടായ ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജന്മനാട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അന്ത്യയാത്ര ചൊല്ലാൻ
നാടും നാട്ടുകാരും കേരള രാഷ്ട്രീയവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട അച്ചുമാമനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സഖാവ് VS അച്യുതാനന്ദന്റെ ആദ്യമായ വിപ്ലവ അഭിവാദനങ്ങൾ. ഞാൻ കയ്യൂർ രക്തസാക്ഷി പള്ളിക്കാല അബൂബക്കറിന്റെ മരുമകൻ ഹമീദാണ്, വെള്ളച്ചാലിൽ നിന്ന്, കാസർഗോഡ് ജില്ല. VS പകരം വെക്കാൻ ഇനി ജനിക്കാനോ വേറെ നമ്മുടെ സമൂഹത്തിലോ വേറെയില്ല, VS മാത്രമാണ്. സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പട്ടിണി പാവങ്ങളുടെയും എല്ലാ വിശപ്പും അറിയുന്ന ഒരു സഖാവായിരുന്നു VS എന്ന നായകൻ. ആ സഖാവിന്റെ ഓർമ്മ എല്ലാം ഈ ലോകം നിലനിൽക്കുന്നവർക്കും നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നവർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 71 വയസ്സായി. പക്ഷെ സഖാവിന്റെ 17 വയസ്സ് മുതൽ അറിയപ്പെട്ടത് സാധാരണക്കാരന് പാവപ്പെട്ടതിന് വേണ്ടിയും ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്ന ആശയം മുറുക്കെ പിടിച്ച് അതിനു വേണ്ടിയും ഓരോ ഭരണകർത്താവും പ്രതിപക്ഷത്തായിരുന്നാലും എല്ലാം പാവങ്ങൾക്ക് വേണ്ടിയും കൂടിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. നമ്മുടെ പ്രത്യേകിച്ച് പറയാൻ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ എന്ന മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇന്ന് അതിനുവേണ്ടിയും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ച അനുവാഹപൂർവ്വം പരിഗണിച്ച ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അത് കൂടുതൽ പറയുന്നില്ല, എല്ലാവരും പറയുന്നത് പോലെ. എങ്കിലും VSന്റെ ഓർമ്മ അതിനെ ഒരു പകരമായി ഒരു നേതാവ് വരാൻ ഇനി ഉണ്ടാവുകയെന്ന് സംശയമാണ്. പക്ഷെ ഈ സമൂഹത്തിൽ നമ്മളെ പ്രസ്ഥാനം VSന്റെ ഓർമ്മ പ്രവർത്തനം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകണം. ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാരന് വേണ്ടിയും പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇന്ന് കാണുന്ന TV-യിൽ കാണുന്ന എല്ലാ അംഗങ്ങളുമുള്ള ജനങ്ങളും സാധാരണക്കാരും കുട്ടികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം അണിനിരുന്ന ഒരു ഈ ആദ്യമായി കാണുന്ന ഒരു ജനപ്രവാഹമാണിത്. അത്രമാത്രം ജനങ്ങൾ VSനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിപ്ലവ അഭിവാദനം. ജയ് ഹിന്ദ്. അണ്ടമിടറിക്കൊണ്ടാണ് പ്രേക്ഷകർ അഭിവാദ്യം അർപ്പിക്കുന്നത്. ഞാൻ നമ്പർ എന്റെ നമ്പർ തൃശൂർ സ്വദേശി രാജനുണ്ട്. വിമുക്ത ഭടനാണ് അദ്ദേഹം. ശ്രീരാജൻ, കണ്ണും കരളായിരുന്ന VS, പകരക്കാരനില്ലാത്ത VS ഇന്ന് അവിടെ ശൂന്യതയാണ്. കേരള രാഷ്ട്രീയം വിട പറയുകയാണ്. അദ്ദേഹം വിലാപയാത്രയായി ഇപ്പോൾ ആലപ്പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ VSനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു സമരനായകൻ തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഇന്ന് പല സമരങ്ങൾക്കും പുച്ഛിക്കുമ്പോഴും എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ അതിനൊരു സമരനായകൻ വേണം. സമരങ്ങളെ അഭിവാദ്യങ്ങൾ ചെയ്യണം. നേടിയെടുത്ത ആനുകൂല്യങ്ങൾ എല്ലാവരും അറിയിച്ചു കഴിയുമ്പോൾ അതിനെ സമരത്തിനെ പുച്ഛിക്കുമ്പോൾ നമ്മൾ ഒന്നും ഓർക്കണം. സഖാവ് VSനെ പോലെയുള്ളവർ നേടിയെടുത്ത ഒരു ആനുകൂല്യങ്ങൾ അത് ഔദാര്യങ്ങൾ അല്ല, അവകാശങ്ങൾ നേടിയെടുത്ത ഒരു സമരനായകനാണ് കേരളത്തിന് വിട വാങ്ങിയിരിക്കുന്നത്. ആ സഖാവിനെ നേരിട്ട് ദർശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കേരള വിഷയൻ്റെ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ കണ്ണീരാഞ്ജലികൾ സമർപ്പിക്കുകയാണ്. സഖാവെ VS, താങ്കൾക്ക് വിട, കേരളത്തിൻ്റെ വിട. എന്നിരുന്നാലും സുവർണ ലിപികളിൽ
ചുവന്ന അക്ഷരങ്ങളിൽ അടിവരയിട്ട് പറയുന്നു, സമരനായകൻ VS തങ്ങൾ മരിക്കുന്നില്ല, ചരിത്രരേഖകളിൽ തിളങ്ങി നിൽക്കും എന്നും എപ്പോഴും. ലാൽ സലാം സഖാവേ. ഈ രാജൻ, നിലവിൽ മുഗേരി സ്വദേശി രാജനുണ്ട് നമ്മളോടൊപ്പം. ശ്രീ രാജൻ, സമരനായകൻ ഇനിയില്ല, അവിടെ ശൂന്യതയാണ്. നിലവിൽ അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് മലയാളികൾ. ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയാം. ഞാൻ ആദ്യമായി VS കാണുന്നത് കർഷക തൊഴിലാളിയുടെ ഒരു ജാഥ 1973 പാനൂരിൽ നടന്ന ആ സ്വീകരണത്തിലാണ്. അന്നാണ് VS പ്രസംഗം ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അതിനുശേഷം പലപ്പോഴും പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിലും മറ്റുള്ള രീതിയിലെല്ലാം VS പ്രസംഗങ്ങളും മറ്റും കേട്ടു. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി VS അടുത്ത് VS കൂടെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. 1985 NA മാമുഹാജ്, പഴയ പെരിങ്കളം മണ്ഡലത്തിൽ NA മാമുഹാജ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ, ആ ഉപതെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീർ LDF അന്നത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷ മുന്നണി, അന്ന് അഖിലേന്ത്യാ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ET മുഹമ്മദ് ബഷീർ ആയിരുന്നു പെരിങ്ങളത്തെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം VS അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ വരികയും ആ പ്രചരണത്തിന് ശേഷം പ്രചരണത്തിന് ഉച്ചഭക്ഷണവും വിശ്രമവും ഞങ്ങളെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. ആ വീട്ടിൽ വെച്ച് VS പരിചയപ്പെട്ട് VS വിളിക്കുകയും അതോടൊപ്പം തന്നെ തുടർന്നുള്ള പര്യടനത്തിൽ VS കൂടെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയ ഒരാളായിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇക്കാലത്ത് ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് IB ദാസ് കൂടെ ഉണ്ടായിരുന്നു. ദാസൻ മാഷ് വിളിച്ച് അതോടൊപ്പം തന്നെ VS കൂടെ ഇരിക്കുകയും ദാസൻ മാഷ് മുമ്പിലത്തെ സീറ്റിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയും ഞാൻ പിന്നിൽ VS കൂടെ ഇരിക്കുകയാണ്. ഞാൻ അന്ന് ഒരു ദിനേശ് വീട് തൊഴിലാളിയായിരുന്നു. വീട് തൊഴിലാളി. അപ്പം ഞാൻ സഖാവ് എന്താ ജോലി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഖാവെ ഞാനിങ്ങനെ വീട് തൊഴിലാളിയാണ്. ഓ, ദിനേശ് ബീഡിയിലാണ്? ആ, ദിനേശ് ബീഡിയിലാണ്. ആ ബീഡിയുടെ കാര്യങ്ങളും അന്നത്തെ ദിനേശിന്റെ പ്രസ്ഥാനവും അതൊക്കെ ചോദിച്ചറിയുകയും സാധാരണക്കാരൻ്റെതായ ജീവിത അംഗങ്ങളെ അടക്കം VS അനുകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ദാസൻ മാഷയുടെ സ്കൂളിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, VS ഇതാണ് ദാസൻ മാഷ് പഠിപ്പിച്ച സ്കൂൾ. അപ്പോൾ VS സാധാരണ ശ്രദ്ധമായ ശൈലിയിലാണ്, ഓഹോ എങ്കിൽ ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള പറഞ്ഞ് ഇന്നും എൻ്റെ മനസ്സിൽ തട്ടിയ ആ വാക്ക് ഇന്നും പായാതെ നിൽക്കുകയാണ്. അങ്ങനെ VS ഓരോ മനുഷ്യനും കേരളത്തിലെ ഓരോ ജനങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും നിലനിർത്താം. ഇതിലൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന VS എന്ന പാർട്ടി സെക്രട്ടറി അന്ന് സംഘടനാ രംഗത്തുണ്ടായ ദൗർബല്യങ്ങളെ പരിഹരിച്ച് അന്നത്തെ ഒപ്പിയാൻ പ്രസ്ഥാനത്തിനെതിരായിട്ട് അതിശക്തമായി നിന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. EMS വാദത്തിൽ പറയുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റിയും ചേർന്ന് അന്നത്തെ വിഭാഗീയ പ്രസ്ഥാനങ്ങളെ തകർത്തു ഒഴിവാക്കി നിരുത്സാഹപ്പെടുത്തി പാർട്ടി ഒറ്റക്കെട്ടായി നിർത്തി പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ള രീതിയിൽ അത് EMS പിൽക്കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് VS പ്രത്യേക അഭിനന്ദനമായിരുന്നു. ആ VS ഒരുപക്ഷെ VS നഷ്ടം സാധാരണ ജനങ്ങൾക്കും പുന്നപ്ര വയലാറിന്റെ ആ സമര പാരമ്പര്യത്തിൽ വളർന്നു വന്നു. സമര നായകനായി അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിട്ടെങ്കിലും പല മർദ്ദനങ്ങളും നേരിട്ടെങ്കിലും VS എന്ന ആ വീരേതിഹാസം ഒരുപക്ഷെ ലോകമെന്നുമുള്ള ഒട്ടാകെയും അറിയപ്പെടുന്നതായിരിക്കും. അത് എന്നും VS സ്മരണ നിലനിർത്തുന്നതാണ്. ആ VS ഓർമ്മകൾ ഇന്നും VS കൂടെ യാത്ര ചെയ്ത അനുഭവം വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നും മായാത്ത ആ VS ചിത്രം ഇന്നും നിലനിൽക്കുകയാണ്. സഖാവ് VS ഒരിക്കലും മരിക്കില്ല. നേരത്തെ സഖാക്കൾ പറഞ്ഞതുപോലെ കണ്ണേ കരലേ VS മരണമില്ല. VS മാനവരാശിയുള്ള കാലം വരെയും VS സ്മരണ എന്നും നിലനിർത്തും. അതാണ് VS. പറയുന്നത് മസ്കറ്റിൽ നിന്നും റോയി ഉണ്ട്. ശ്രീ റോയി, VS വിട നൽകുകയാണ് കേരള രാഷ്ട്രീയം. മലയാളികൾ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ
മറക്കില്ല. VS ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ അവസരത്തിൽ VSനെ കുറിച്ച് എന്താണ് ഓർക്കുന്നത്? VSനെ കുറിച്ച് ഓർക്കുന്നത് നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ അവസാന സമയത്ത് എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സങ്കടം സഹിക്കാൻ വയ്യ, അതുപോലത്തെ വിഷമമുണ്ട്. അതുപോലെ നല്ലൊരു നേതാവായിരുന്നു. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലല്ല പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നേതാവ്. ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന നേതാവായിരുന്നു. എനിക്ക് അങ്ങേയറ്റം ബഹുമാനം ഉള്ള ഒരു നേതാവായിരുന്നു. എല്ലാരെക്കാട്ടിലും ഇത്ര രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷെ എല്ലാരെക്കാട്ടിലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു നേതാവായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. ആരുടെ കാര്യങ്ങളും ഏത് പാവപ്പെട്ട കാര്യങ്ങളും സഖാവൻ അറിഞ്ഞു കഴിഞ്ഞാൽ, സഖാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സഖാവായിരുന്നു VS അച്യുതാനന്ദ സഖാവ്. എല്ലാ ഇത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല അതിന്റെ പേരില്ല. നന്ദി ശ്രീ റോയി. മനസ്സിലാവും വൈകാരിക നിമിഷങ്ങൾ എല്ലാ മലയാളികൾക്കും ഈ ദിവസം താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് എന്ന് മനസ്സിലാകും. മലയാളികൾ വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് ഒരു യുഗാന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. സ്വന്തം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ വഴിത്തടത്തിലൂടെയാണ് VS അച്യുതാനന്ദൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം നടന്നു തീർത്തത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി സ്വന്തം ജന്മസ്ഥലത്തായ ആലപ്പുഴയിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തെ കാത്ത ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് കാത്തുനിൽക്കുന്നത്. പകലായിക്കോട്ടെ, ചൂടായിക്കോട്ടെ, മഴയായിക്കോട്ടെ, എന്തു വന്നാലും VSനെ കാണാൻ ഞങ്ങളുണ്ട് ഇവിടെ, അണികളുണ്ട് ഇവിടെ, ഇവിടെ സാധാരണക്കാരുണ്ട് ഇവിടെ, കുഞ്ഞുമക്കളുണ്ട് ഇവിടെ. അത്തരത്തിൽ പ്രായഭേദമന്യെയാണ് VSനെ അവസാന നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. കിലോമീറ്ററുകൾ താണ്ടി പലരും ദൂരെ സ്ഥലത്ത് നിന്ന് ട്രെയിൻ അടക്കം പിടിച്ചാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരുന്നത്. അദ്ദേഹത്തെയും കൊണ്ട് ജന്മസ്ഥലമായ ആലപ്പുഴയിലേക്കാണ് തിരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, കണ്ണും കരളുമായിരുന്ന VS ആണ് ഇന്ന് കേരളത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്, കേരള രാഷ്ട്രീയത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു നേതാവ് ഉണ്ടാവുമോ എന്നതടക്കം സംശയമാണ്. അത്തരത്തിലാണ് ഓരോ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ VS എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, ശ്രീ രാജീവ്. അതെ, കേൾക്കാം ചേച്ചി. സങ്കടമുണ്ട്. പിന്നെ വെച്ചാല് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ചോര പിണ്ണ മണ്ണിലേക്ക് വന്ന അത് പറയാൻ പറ്റാനുള്ള വാക്കുകളാണ് ചേച്ചി. അപ്പൊ ഒന്ന് ചില പാട്ടുകൂടി അതിന്റെ കൂടെ ഒന്ന് വെച്ച് തരാൻ പറ്റിയെങ്കിൽ നല്ല ഉപയോഗമായിരിക്കും. അത്ര പറയാനുള്ളത്. ഓക്കെ, താങ്കളുടെ ഈ റിക്വസ്റ്റ് ഞാൻ എറണാകുളത്ത് നിന്നും രാജീവാണ് ചേർന്നത്. മലപ്പുറത്ത് നിന്നും സലാം ചേരുന്നുണ്ട്. ശ്രീ സലാം,
സാധാരണക്കാരുടെ ശബ്ദമായ VS, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പല വിഷയങ്ങളും ഇടപെട്ട് സംസാരിച്ച VS. ആ VS ഇനിയില്ല. ഈ അവസരത്തിൽ VSനെ കുറിച്ച് എന്താണ് ഓർക്കുന്നത്? മലപ്പുറത്ത് നിന്ന് സലാമുണ്ട് കേരള വിഷൻ്റെയോടൊപ്പം. ശ്രീ സലാം, കണ്ണും കരളുമായ VS ആണ് ഇന്ന് കേരള രാഷ്ട്രീയത്തെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ജന്മനാടായ ആലപ്പുഴയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഖാവിനെ ഓർക്കുമ്പോൾ എന്താണ് സലാമിന് പ്രേക്ഷകനുമായി പങ്കുവെക്കാനുള്ളത്? തീർച്ചയായിട്ടും സഖാവ് VS എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തില് രേഖപ്പെടുത്താവുന്ന അനവധി പ്രവർത്തനങ്ങള് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഈ സാധാരണക്കാരായിട്ടുള്ള അവരുടെ വിഷയങ്ങളില് പിന്നെ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ എന്താണ് മനുഷ്യത്വം എന്നതിൻ്റെ പിന്നെ ഒരു ഉദാഹരണമായിരുന്നു സഖാവ് VS. ഏതായാലും സഖാവ് VSന് പകരമായിട്ട് VS മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ജില്ലയിൽ നിന്ന് ദാമോദരൻ ചേരുന്നുണ്ട്. ശ്രീ ദാമോദരൻ, നമുക്കറിയാം VSന്റെ മൂളല് പോലും വാർത്തയായ കാലഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർത്തമാനമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഇടപെടലായിരിക്കോട്ടെ, എല്ലാം വേറിട്ട് നിൽക്കുന്നതായിരുന്നു, എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ആ VS ആണ്, ആ സഖാവാണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ഇന്ന്